ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ക്രിമിനലുകൾക്ക് മറുപടി പറയാനില്ലെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. മന്ത്രിക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അധികാരമില്ലെന്നും ചട്ടലംഘനം നിയമപരമായി നേരിടുമെന്നും ഗവർണർ പറഞ്ഞു. I am not going to respond to criminals. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനുരാഗ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അനുരാഗ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടി നൽകിയത്? വലിയ അതിര് കടന്ന അധിക്ഷേപമാണ് ഗവർണർ മന്ത്രിക്കെതിരെ നടത്തി. നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ SFI നേതാക്കൾക്കെതിരെയും ഇതുമാതിരിയുള്ള അധിക്ഷേപം ഗവർണർ നടത്തുകയും ചെയ്തിരുന്നു. എന്താണ് ഇന്ന് ഗവർണർ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ? നടന്ന കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ യാതൊരു ചട്ടവും ലംഘിക്കാതെയാണ് താൻ പങ്കെടുത്തത് എന്ന് നേരത്തെ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. ഇനിയും ബോധ്യമായില്ലെങ്കിൽ ഗവർണർക്ക് കോടതിയെ സമീപിക്കാമെന്നും മന്ത്രി രാവിലെ പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരിക്കുന്ന പദവിയുടെയും വഹിക്കുന്ന ചുമതലയുടെയും പക്വതയില്ലാത്ത ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണമെന്ന് പറയേണ്ടി വരും. തന്റെ വാദം പൊളിഞ്ഞ് ഉത്തരം മുട്ടിയതോടെയാണ് ക്രിമിനലുകൾക്ക് മറുപടി പറയാനില്ലെന്ന് ഗവർണർ പറഞ്ഞത്. തുടക്കത്തിൽ ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും ഒഴിഞ്ഞു മാറാൻ ഗവർണർ ശ്രമിച്ചു. പക്ഷേ കൃത്യമായാണല്ലോ മന്ത്രി ആർ ബിന്ദു മറുപടി പറഞ്ഞത് എന്ന കാര്യത്തിൽ അടക്കമുള്ള ചോദ്യങ്ങൾക്കാണ് ക്രിമിനലുകൾക്ക് താൻ മറുപടി പറയുന്നില്ല എന്ന് ഗവർണർ പറഞ്ഞ് തടിതപ്പാൻ ശ്രമിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. കാരണം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുന്നത് എന്നാണ്. എന്നാലും അതിനുശേഷം ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു കൂടി പ്രതികരിച്ചിട്ടുണ്ട്. താൻ ഇരിക്കുന്ന പദവിയുടെ പ്രാധാന്യത്തെ പറ്റി ഉത്തമ ബോധ്യം തനിക്കുണ്ട്. പക്ഷേ അങ്ങനെ ബോധ്യമില്ലാത്തവർക്ക് മറുപടി നൽകിയാൽ തന്റെ നിലവാരവും അതേപടിയാകുമെന്നാണ് മന്ത്രി ഇപ്പോൾ പ്രതികരിച്ചത്. അതിനൊപ്പം തന്നെ നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും കണ്ണൂരുകാർക്കെതിരെയൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ക്രിമിനൽ പരാമർശം ഗവർണർ നടത്തിയിട്ടുണ്ടായിരുന്നു. തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരൊക്കെയും ക്രിമിനൽ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനാണ് ഗവർണർ തുടരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വലിയ വിമർശനം തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. ശരി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി. Senate meeting can be chaired either by the chancellor or by somebody authorized by the chancellor. No other person has the right to preside over. So what I know is that somebody claiming to be education minister tried to illegally enter the Senate hall. This is something which is violation of the law. And I promise you that violation of the law will be taken cognizance of. Minister, but she is saying that she has all the right. I am not going to respond to criminals.